സിറിയയിലെ ആഭ്യന്തര കലഹത്തിന്റെ പശ്ചാത്തലത്തിൽ യാക്കോബായ സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് എബ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി. ചൊവ്വാഴ്ച രാവിലെ പാത്രിയാർക്കീസ് ബാവ മടങ്ങുമെന്ന് ഡോക്ടർ കുര്യാക്കോസ് മാർ തെയോഫിലോസ് പറഞ്ഞു. സന്ദർശനം ഈ മാസം 17-ാം തീയതി വരെ ആയിരുന്നു നമ്മൾ യഥാർത്ഥമായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ സിറിയയിലെ ഇപ്പോഴത്തെ പരിതസ്ഥിതികൾ നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ സാന്നിധ്യം സഭാമക്കൾക്കും ആ ദേശത്തിനും അത്യാവശ്യമായ ഒരു സാഹചര്യം വന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ക്രമീകരണം അനുസരിച്ച് ചൊവ്വാഴ്ച രാവിലെ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ മടങ്ങത്തക്ക രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി ഗീസ് പീറ്റർ ചേരുന്നുണ്ട്. ഗീസ്, ചൊവ്വാഴ്ച അദ്ദേഹം മടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിപാടികൾ എങ്ങനെയാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്? പ്രവിധ യാക്കോബായ സഭ പരമാധ്യക്ഷൻ, ആഗോള സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മൊറാൻ മൊറിക്ടാസ് സപ്രൈൻ രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവയുടെ ശ്ലൈഹിക സന്ദർശനം അത് 10 ദിവസത്തെ കേരള സന്ദർശനത്തിനായാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ കേരളത്തിലെത്തിയത്. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരുന്നത് ഇപ്രകാരമാണ്. ഇന്ന് സഭ നേതൃത്വവുമായി, സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തമാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. അത് അനൌദ്യോഗികമാണ്. ശേഷം ചാപ്പലിൽ സന്ധ്യാപ്രാർത്ഥന നടത്തും. അതിനുശേഷം വീണ്ടും ഒരു യോഗം തിരുമേനിമാരുമായി, മെത്രാന്മാരുമായി ബാവ നടത്തും. അതിനുശേഷമായിരിക്കും ശേഷം നാളെ രാവിലെ കാതോലിക്ക ബാവയെ കബറടക്കിയിട്ടുള്ള അത്തനേഷ്യസ് ചാപ്പലിൽ പ്രഭാത പ്രാർത്ഥനയും ഒപ്പം തന്നെ വിശുദ്ധ കുർബാനയും പാത്രിയാർക്കീസ് ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ഇതിനുശേഷം മഞ്ഞിനിക്കരയിലേക്ക് ബാവ പോകും. 7 ദിവസം മഞ്ഞിനിക്കരയിൽ അവിടെ ഉപവാസവും പ്രാർത്ഥനയുമായി ഇരിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷെഡ്യൂളാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. മഞ്ഞിനിക്കരയിലേക്ക് ബാവ പോകില്ല. പകരം മറ്റന്നാൾ, അതായത് ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ബാവ കൊച്ചിയിൽ നിന്നും തിരിക്കും. 9 മണിക്ക് വിമാനത്തിൽ ദുബായിലെത്തും. ദുബായിലെത്തിയതിനു ശേഷം സിറിയയിലെ സംഘർഷാവസ്ഥ അത് കണക്കിലെടുത്ത് അവിടുത്തെ വിമാനത്താവളങ്ങളുടെ പശ്ചാത്തലം അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചതിന് ശേഷം മാത്രമേ ബാവ സിറിയയിലേക്ക് അവിടെ നിന്ന് മടങ്ങുകയുള്ളൂ എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. എന്തായാലും ദുബായിലെത്തുന്ന ബാവ അന്ന് തന്നെ ലെബനനിലേക്ക് തിരിക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു സമാധാനത്തിനായി തന്റെ സാന്നിധ്യം അവിടെ വേണം എന്നത് ബാവ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടികളെല്ലാം തന്നെ ഔദ്യോഗികമായി വെട്ടിച്ചുരുക്കിക്കൊണ്ട് ബാവ ഉടനടി തന്നെ അങ്ങോട്ട് പുറപ്പെടുന്നത്. അവിടുത്തെ സാഹചര്യം വളരെ മോശമാണ് എന്ന് ബാവയ്ക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് സഭാ നേതൃത്വത്തെ അറിയിക്കുകയും മെത്രാന്മാരോട് ആ ആശങ്ക, മെത്രാപ്പൊലീത്തമാരുടെ അടുത്ത് ആ ആശങ്ക പങ്കുവെക്കുകയും ഇന്ന് രാവിലെ തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം, അതായത് ശ്ലൈഹിക സന്ദർശനം വെട്ടിച്ചുരുക്കുവാനുള്ള തീരുമാനത്തിലേക്ക് സഭാ നേതൃത്വവും ഒപ്പം തന്നെ പാത്രിയാർക്കീസ് ബാവയും കടന്നിരിക്കുന്നത്. പ്രവിധ. ശരി, സിറിയയിലെ ആഭ്യന്തര കലഹത്തിന്റെ പശ്ചാത്തലത്തിൽ യാക്കോബായ സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് എബ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവയുടെ കേരള സന്ദർശനം വെട്ടിച്ചുരുക്കി. വിവരങ്ങളാണ് ഗീസ് പീറ്റർ നൽകിയത്.